ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ്റെ പ്ലെയിനിലെ അവസാനത്തെ ടോപ്പിക്കായ യൂണിഫോം സർക്കുലർ മോഷനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്നതും നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്നതും ഇതുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ടേമുകൾ, അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി, ടാൻജൻഷ്യൽ ആക്സലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, ഇതേപോലെ ടേമുകളും ഇതിൻ്റെ എക്സ്പ്രഷനും കൃത്യമായിട്ട് മനസ്സിലാക്കും. കൂടാതെ ഈ ടേമുകൾ ഉൾപ്പെടുന്ന ഈ ഫോർമുലാസ് ഉൾപ്പെടുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ. സംഭവം എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ? ഇഫ് എ ഒബ്ജക്റ്റ് മൂവ്സ് along a circular path with a constant speed, then the object is said to be in uniform circular motion. അതായത് ഒരു യൂണിഫോം സ്പീഡിൽ ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ദാറ്റ് പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. നോക്കൂ, an object which moves on a circular path with a constant speed, that is uniform circular motion. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒട്ടനവധി എക്സാമ്പിൾസ് യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. മോഷൻ ഓഫ് എ സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, അതേപോലെ മൂൺ റിവോൾവിംഗ് അറൗണ്ട് ദി എർത്ത്, ഇതൊക്കെ തന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന യൂണിഫോം സർക്കുലർ മോഷനുള്ള ചില എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് റെഫർ ചെയ്യാം. ഹിയർ എ ഒബ്ജക്റ്റ് ഈസ് ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് ഇൻ ദിസ് ഡയറക്ഷൻ, ആൻഡ് ഹിയർ വി ആർ കൺസിഡറിംഗ് 2 പോയിന്റ്സ് എ ആൻഡ് ബി. എയിൽ നിന്ന് ബിയിലേക്ക് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ആംഗിൾ നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ആംഗിൾ ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ ഡെൽറ്റ തീറ്റ. ഈ ഡെൽറ്റ തീറ്റ എന്നുള്ള പറയുന്നത് നമ്മളതിനെ പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി മൂവ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടു. ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് SI യൂണിറ്റ് ആംഗിൾ ആയതുകൊണ്ട് നമുക്കറിയാൻ കഴിയും. അതായത് റേഡിയൻ ആണ് അതിൻ്റെ യൂണിറ്റ്. SI യൂണിറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് റേഡിയൻ. ഇനി നമുക്കറിയാവുന്ന വേറൊരു എക്സ്പ്രഷനാണ് മാത്തമാറ്റിക്സിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇവിടെ നോക്കൂ, ഇതൊരു ആർക്കാണ്. AB എന്നുള്ള ഒരു ആർക്ക് ഇവിടെ കാണുന്നുണ്ട്. ആ ആർക്കിൻ്റെ ലെങ്ത് ആണ് ഡെൽറ്റ L എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് R. OA ആയാലും OB ആയാലും ഒക്കെ തന്നെ റേഡിയസ് R ആയിരിക്കും. നമുക്കറിയാം സർക്കിളാണ്. അപ്പോൾ ഡെൽറ്റ L ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ R ആണ്. ദാറ്റ് ഈസ് ദ ആംഗിൾ ഡെൽറ്റ തീറ്റ. ദാറ്റ് ഈസ് ഡെൽറ്റ L ബൈ R ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ. നമുക്ക് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡെൽറ്റ തീറ്റ ഇൻറ്റു R ഈസ് ഈക്വൽ ടു ഡെൽറ്റ L. ഇതിൽ നമ്മൾ ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി നീങ്ങിയപ്പോൾ ഉണ്ടായ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ L എന്നുള്ളത്. ഓക്കെ, ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഡെൽറ്റ T ആണെന്ന് വിചാരിച്ചാൽ, ഇഫ് ദ ടൈം ടു ട്രാവൽ ഫ്രം A to B ഈസ് ഡെൽറ്റ T. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനിൽ ഡെൽറ്റ T കൊണ്ട് ത്രോട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ T ഇൻറ്റു R ഈസ് ഈക്വൽ ടു ഡെൽറ്റ L ബൈ ഡെൽറ്റ T. ഈ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ബൈ ടൈം. അത് നമ്മൾ പറയുന്നതാണ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഒമേഗ എന്നുള്ളതാണ്. ഒമേഗ ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി, ഒമേഗ ലൈക്ക് ദിസ്, ദെൻ ഇൻറ്റു R. R is the position vector or R is the radius. R is the radius, so omega into R is equal to V, where omega is delta theta by delta T, that is angular displacement by time. നമ്മൾ ഒമേഗയ്ക്ക് പറയുന്ന പേരാണ് ആംഗുലർ വെലോസിറ്റി. അതൊരു യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുന്നതായിരിക്കും റേഡിയൻ പെർ സെക്കൻഡ്. കാരണം ഡെൽറ്റ തീറ്റയുടെ SI യൂണിറ്റ് റേഡിയൻ ആണ്. സോ റേഡിയൻ പെർ സെക്കൻഡ് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി. നമുക്കതിനെ മാഗ്നിറ്റ്യൂഡ് മാത്രമായി എഴുതുകയാണെങ്കിൽ, ഇതൊക്കെ തന്നെ വെക്ടർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്, അതിനെ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ V ഈക്വൽ ടു നമുക്കതിനെ R ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ V ഈസ് ഈക്വൽ ടു R ഒമേഗ ഇസ് ദ ഇക്വേഷൻ. ഈ Vക്ക് പറയുന്ന പേര് ടാൻജൻഷ്യൽ വെലോസിറ്റി. ഇതിൻ്റെ SI യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം രീതിയിൽ നോക്കാം. അതായത് ഒരു ബോഡി കവർ ചെയ്യുന്നത് 2 സെക്കൻഡിൽ 6 റെവല്യൂഷനാണ്. അതായത് 2 സെക്കൻഡ് കൊണ്ട് ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിലൂടെ 6 ടൈംസ് കറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാം? നോക്കൂ, ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. നമുക്കറിയാവുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ് പറയുന്നത് 2π ആണ്. അപ്പോൾ
തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻറ്റു 2π, അതായത് ഇവിടെ 6 റെവല്യൂഷൻ ആണ്. സോ 6 × 2π ദാറ്റ് ഈസ് 12π ആയിരിക്കും ഇവിടുത്തെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത്. അതേപോലെ ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ് 12π ആണ്. അതായത് 6 തവണ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആംഗിളാണ് 12π. സോ 12π ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടും 6π റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഒരു റെവല്യൂഷനാണ് ബോഡി റിവോൾവ് ചെയ്യുന്നത് വിചാരിക്കുക. ഒരു റെവല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 2π ആണ്. ആ ഒരു റെവല്യൂഷന് വേണ്ടി പാർട്ടിക്കിൾ എടുക്കുന്ന സമയത്തിന് നമുക്ക് ടൈം പീരീഡ് എന്ന് പറയാം. അതായത് ടൈം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി എന്ന് എടുക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് ടൈം പീരീഡ്. ദാറ്റ് ഈസ് ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. സോ ദ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു ഒരു റെവല്യൂഷൻ എടുത്ത ആംഗിൾ എന്ന് പറയുന്നത് 2π ആണ് ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി റെപ്രസെന്റ് ചെയ്യാം. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ഓക്കെ, ദെൻ ടൈം പീരീഡ് ഫ്രീക്വൻസി തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് 1/t എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ന്യൂ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള റെവല്യൂഷൻ്റെ എണ്ണത്തിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ 1/tക്ക് പകരം എന്ത് എഴുതാം ന്യൂ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷന് 2π/t എന്നുള്ളതിന് ഒമേഗ ഇസ് ഈക്വൽ ടു 2π × 1/t. where 1/t is represented by nu. So omega is equal to 2π nu. So this is another relation connecting omega and nu. So omega is equal to 2π nu and time period omega തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് omega is equal to 2π/t. അതേപോലെ ഫ്രീക്വൻസിയും ഒമേഗയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് omega is equal to 2π nu. അടുത്തായിട്ട് നമുക്ക് എന്താണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് നോക്കാം. വെലോസിറ്റി എന്നുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ഡയറക്ഷൻ ഉണ്ട്, അതേപോലെ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഇതേപോലെ ഉണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു കാറ് 40 km/h അതിൻ്റെ വെലോസിറ്റി 60 km/h ആയി മാറുകയാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും ബോഡിക്ക് ഉണ്ടാവുന്ന ഒരു ലീനിയർ ആക്സലറേഷൻ. നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി വിൽ പ്രൊഡ്യൂസ് ആക്സലറേഷൻ. അപ്പോൾ ഇവിടെ വെലോസിറ്റിയുടെ മാറുന്നത് മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിന് കിട്ടുന്ന ആക്സലറേഷൻ നമ്മൾ പറയും ലീനിയർ ആക്സലറേഷൻ. ഇനി ഇതേ കേസ് തന്നെ കാറ് 40 km/h പോകുന്നത് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്നുള്ള ഒരു പാരാമീറ്ററാണ് മാറുന്നത്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ യൂണിഫോം സർക്കുലർ മോഷനിൽ കൺസിഡർ ചെയ്യുന്നത്. വി ആർ കൺസിഡറിങ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് ഇൻ ദിസ് ഡയറക്ഷൻ. ഇവിടുത്തെ ഡിഫറൻറ്റ് പോയിന്റുകളാണ് എ, ബി, സി, ഡി ഇത്തരത്തിലുള്ളത്. അപ്പോൾ എ എന്നുള്ള ഒരു പോയിന്റിലുള്ള ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടാൻജൻഷ്യൽ ടു ദിസ് പോയിന്റ്. അതേപോലെ ബി എന്നുള്ള ഒരു പോയിന്റിലാണെങ്കിൽ ഇറ്റ് വിൽ ബി അലോങ് ദിസ് ടാൻജൻറ്റ്. സി ആണെങ്കിൽ ഇറ്റ് വിൽ ബി അലോങ് ദിസ് ആൻഡ് ഡി ആണെങ്കിൽ ഇറ്റ് വിൽ ബി അലോങ് ദിസ് ടാൻജൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കുലർ പാത്തിലുള്ള ഡിഫറൻറ്റ് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അലോങ് ദി ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇവിടെയൊക്കെ തന്നെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ബോഡിക്ക് കിട്ടുന്ന ആക്സലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അപ്പോൾ എന്താണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ? ഈ യൂണിഫോം സർക്കുലർ മോഷൻ ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ്. യൂണിഫോം സർക്കുലർ മോഷനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നത് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ വെലോസിറ്റി എന്നുള്ള ഒരു പാരാമീറ്ററിൻ്റെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ്. സോ ദ പാർട്ടിക്കിൾ ഈസ് സബ്ജക്റ്റഡ് ടു ആക്സലറേഷൻ. അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറിയാലും അല്ലെങ്കിൽ ഡയറക്ഷൻ മാറിയാലും അതിന് ആക്സലറേഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് പാർട്ടിക്കിളിന് ആക്സലറേഷൻ ഉണ്ട് എന്ന് പറയാം. ദിസ് ആക്സലറേഷൻ ഈസ് നോർമൽ ടു ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അതായത് ഈ ഒരു പോയിന്റിലാണ് വെലോസിറ്റി ഡയറക്ഷൻ മാറുന്നെങ്കിൽ ഇവിടെയുള്ള ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലോങ് ദി റേഡിയസ് ആൻഡ് ഇറ്റ് ഈസ് നോർമൽ ടു ദി വെലോസിറ്റി. ഇതാണ് വെലോസിറ്റി ഡയറക്ഷൻ, ഇതാണ് ആക്സലറേഷൻ. ഇറ്റ് ഈസ് ടുവേഴ്സ് ദി സെൻറ്റർ. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ നമുക്ക് എ, സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ ബി എന്നുള്ള പോയിന്റിലാണെങ്കിൽ ഇറ്റ് ഈസ് നോർമൽ ടു ദിസ് ടാൻജൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ടുവേഴ്സ് ദി സെൻറ്റർ. അതേപോലെ സിയിലാണെങ്കിൽ again this normal to this velocity and it is towards the center. ഡിയിലാണെങ്കിലും ഇതേപോലെ തന്നെ നോർമൽ ടു വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ടുവേഴ്സ് ദി സെൻറ്റർ. ഈ ആക്സലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് ദി സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് നോർമൽ ടു ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കുലർ പാത്ത്. നമുക്ക് ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷനെ
ആക്ട് ചെയ്യുന്ന റേഡിയസിലൂടെ ആകുന്നത് കൊണ്ട് നമുക്കതിനെ പറയാവുന്ന വേറൊരു ടേമാണ് റേഡിയൽ ആക്സിലറേഷൻ. റേഡിയൽ ആക്സിലറേഷൻ. അതേപോലെ ഇവിടെ വെലോസിറ്റിയും ആക്സലറേഷൻ തമ്മിൽ നോർമൽ ആയതുകൊണ്ട്, പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, ഇവിടത്തേക്ക് തമ്മിൽ നിന്നുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കതിനെ വേറെ ഒരു ടേം കൂടിയും പറയാൻ പറ്റും, നോർമൽ ആക്സിലറേഷൻ. നോർമൽ ആക്സിലറേഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡിയെ സംബന്ധിച്ചിട്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ബോഡിക്ക് കിട്ടുന്ന ആക്സലറേഷനാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കുലർ പാത്ത് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദി റേഡിയസ്. അതേപോലെ തന്നെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈ വെലോസിറ്റിക്ക് നോർമൽ ആണെന്ന് പറയാൻ കഴിയും. ഇതിൻ്റെ പറയുന്ന വേറെ ടേമുകളാണ് റേഡിയൽ ആക്സലറേഷൻ, അതേപോലെ നോർമൽ ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് പറയാവുന്ന വേറൊരു പോയിന്റ്, യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആക്സലറേറ്റഡ് മോഷൻ. ആക്സലറേറ്റഡ് മോഷൻ എക്സാമ്പിൾ ആണ് യൂണിഫോം സർക്കുലർ മോഷൻ. കാരണം യൂണിഫോം സർക്കുലർ മോഷനിൽ എന്തുണ്ടാവുന്നുണ്ട്? ആക്സലറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു ആക്സലറേഷൻ മോഷനാണ്. അപ്പോൾ നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ ആക്സലറേറ്റഡ് മോഷന് ഒരു എക്സാമ്പിൾ ആണെന്ന് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞത് യൂണിഫോം സർക്കുലർ മോഷൻ സഞ്ചരിക്കുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ഡയറക്ഷൻ മാറുന്നതിൻ്റെ ഫലമായിട്ട് അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവുന്നതെന്നും ആ ആക്സലറേഷൻ ഈസ് ആക്ടിങ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അതായത് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. കൺസിഡർ എ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത്. ഈ തരത്തിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഒരു ആംഗിളാണ് ഡെൽറ്റ തീറ്റ. നമുക്കറിയാം ഡെൽറ്റ തീറ്റ ഈസ് നോൺ ആസ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആർ ഈസ് ദ റേഡിയസ്. ഓക്കെ, ആൻഡ് ദിസ് ആർക്ക് ലെങ്ത് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഡെൽറ്റ എൽ. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലൊക്കെ തന്നെ വെലോസിറ്റി ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റി ദറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ബി ഡാഷ്. ബി എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് വി എന്നുള്ള വെക്ടർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി വി ആൻഡ് വി ഡാഷ് ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ദർ ഡയറക്ഷൻസ് ആർ ഡിഫറൻറ്റ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സും വി എന്നുള്ള ഈ വെക്ടറും വി ഡാഷ് എന്നുള്ള വെക്ടറും അങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നില്ല. ഈ ഒരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയ വെക്ടർ ഈ ഇത് വരച്ചിരിക്കുന്നു. അതേപോലെ ഈ വെക്ടറിന് വി എന്നുള്ള വെക്ടറിന് കറസ്പോണ്ടിങ് ആയ വെക്ടർ ഈ തരത്തിൽ വരച്ചിരിക്കുന്നു. ദിസ് ഈസ് വി ഡാഷ്, ദിസ് ഈസ് വി. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വി എന്നുള്ള വെക്ടറും അതുപോലെ ഈ ആറിന് പെർപെൻഡിക്കുലർ ആണ് ഇവിടുത്തെ വി ഡാഷ് എന്നുള്ള വെക്ടറും. അതായത് ദിസ് ഈസ് 90 ഡിഗ്രി, ദിസ് ഈസ് അഗെയിൻ 90 ഡിഗ്രി. ഇതിനിടയ്ക്കുള്ള ആംഗിളാണ് ഡെൽറ്റ തീറ്റ. അതുകൊണ്ട് തന്നെ ഈ പെർപെൻഡിക്കുലറിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളുകളും, അതായത് ഇതിന് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ഈ ഒരു വെക്ടർ, അതുപോലെ ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ഈ രണ്ട് വെക്ടർ. ആ രണ്ട് വെക്ടേഴ്സും നേരെ എടുത്തുകൊണ്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളും ഡെൽറ്റ തീറ്റ തന്നെയായിരിക്കും. അതായത് ദിസ് ഈസ് ഡെൽറ്റ തീറ്റ, അപ്പോൾ ദിസ് ഈസ് അഗെയിൻ ഡെൽറ്റ തീറ്റ. അപ്പോൾ അങ്ങോട്ട് രണ്ട് വെക്ടേഴ്സ് കിട്ടി, പി ക്യു ആൻഡ് പി ആർ എന്നുള്ള രണ്ട് വെക്ടേഴ്സ് കിട്ടി. ഈ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അതായത് നമുക്ക് ക്യു ആർ എന്ന് എടുക്കാം. അതായത് ഇപ്പോൾ ഇത് ട്രയാങ്കിളായി പി ക്യു ആർ എന്നുള്ള ഒരു ട്രയാങ്കിളായി മാറി. ഓക്കെ, ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യാൻ കഴിയും. അറ്റ് ട്രയാങ്കിൾ ലോ അതായത് നമുക്ക് പി ക്യു പ്ലസ് ക്യു ആർ, പി ക്യു പ്ലസ് ക്യു ആർ ഇസ് ഈക്വൽ ടു പി ആർ. അതായത് തേർഡ് സൈഡ്, രണ്ട് സൈഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് സൈഡ് കിട്ടുന്നു. പി ക്യു എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് വി, ഈ കറസ്പോണ്ടിങ്ങിനാണ് പി ക്യു വരച്ചിരിക്കുന്നത്. പ്ലസ് ക്യു ആർ ഈസ് ഈക്വൽ ടു പി ആർ എന്നുള്ളത് നമ്മൾ വി ഡാഷ് കൊടുത്തു. ഓക്കെ, സോ ക്യു ആർ വെക്ടർ ക്യു ആർ ഈസ് ഈക്വൽ ടു വെക്ടർ വി ഡാഷ് മൈനസ് വെക്ടർ വി. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡെൽറ്റ വി എന്നുള്ളതാണ്. ഇവിടെ ആക്ച്വലി വി ഡാഷും വിയും നമുക്കറിയാം അത് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷേ ഡെൽറ്റ വി എന്ന് കാണിക്കുന്നത് അതിൻ്റെ ഡയറക്ഷനിലെ വ്യത്യാസമാണ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ ഡയറക്ഷൻ. വിൻ്റെയും വി ഡാഷിൻ്റെയും ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ ഡയറക്ഷനിലെ ചേഞ്ചാണ് നമ്മൾ ക്യു ആർ എന്നുള്ള വെക്ടർ കൊണ്ട് അല്ലെങ്കിൽ ഡെൽറ്റ വി എന്നുള്ള ഈ വെക്ടർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കാണുന്നുണ്ട്. ഒ എ ബി എന്നുള്ള ട്രയാങ്കിളും അതുപോലെ പി ക്യു ആർ എന്നുള്ള രണ്ട് ട്രയാങ്കിളും കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ആംഗിൾ ഡെൽറ്റ തീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ് നമുക്ക് പറയാൻ കഴിയും. അതായത് ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ആർ സിമിലർ ട്രയാങ്കിൾസ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു വശം എടുക്കുകയാണെങ്കിൽ എ ബി എന്നൊരു വശം എടുത്തു, എ ബി ഡിവൈഡഡ് ബൈ
ഒ ബി ഈ ഒരു സൈഡും എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയ ഈ ട്രയാങ്കിളിലെ സൈഡുകളാണ്, അതായത് എ ബിക്ക് കറസ്പോണ്ടിങ് ആണ് ഇവിടുത്തെ ക്യു ആർ. ഇറ്റ് ഈസ് ക്യു ആർ ഡിവൈഡഡ് ബൈ ഈ ഒരു സൈഡ് പി ക്യു. ക്യു ആർ ഡിവൈഡഡ് ബൈ പി ക്യു. സോ എ ബി ബൈ ഒ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ ബൈ പി ക്യു. എ ബി നമുക്കറിയാം എ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ എ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ഡെൽറ്റ ടി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ ടി, അതായത് ഡിസ്പ്ലേസ്മെന്റ്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇവിടെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വി, വെലോസിറ്റി. ഇറ്റ് ഈസ് ലീനിയർ വെലോസിറ്റി. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ എൽ എന്നുള്ളതിന് വി ഡെൽറ്റ ടി നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എ ബിക്ക് പകരം ഞാൻ കൊടുക്കുന്നത് ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എന്താണ്? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. അപ്പോൾ എ ബിക്ക് പകരമായിട്ട് വി ഡെൽറ്റ ടി കൊടുത്തു. ഡിവൈഡഡ് ബൈ ഒ ബി എന്ന് പറയുന്നത് ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ്, ദറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു യു ആർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ വി എന്നുള്ള വെക്ടർ കൊണ്ടാണ്. നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണ്. സോ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ പി ക്യു എന്നുള്ളത് ഈ ഒരു വെക്ടറാണ്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഡെൽറ്റ വി ബൈ വി. അപ്പോൾ വി ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി. നമുക്കതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി നമുക്കിവിടെ എഴുതാം വി സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആർ ഡെൽറ്റ വി എന്ന് എഴുതാം. ഇത് വി സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആർ ഡെൽറ്റ വി. ഈ വി സ്ക്വയർ ഇതേപോലെ എഴുതി ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ദിസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. നമ്മൾ പറഞ്ഞു, അതായത് ഇവിടെ വെലോസിറ്റിയിലുള്ള ഡയറക്ഷൻ്റെ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇവിടെ ഉണ്ടായ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദി സെൻറ്റർ. ആ ആക്സലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അപ്പോൾ ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. എ സി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, വേർ വി is the velocity and r is the radius of the circular path. നമുക്കറിയാം v equal to r omega നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എ സിനെ ആ ഫോമിൽ എഴുതുകയാണെങ്കിൽ വിക്ക് പകരം ആർ ഒമേഗ കൊടുക്കാം, ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ നമുക്ക് കിട്ടും ആർ ഒമേഗ സ്ക്വയർ. സോ എ സി is equal to, you will get another expression like this. AC is equal to r omega square. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ ന്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എ സി ഈ ഫോമിൽ എഴുതുകയാണെങ്കിൽ ആർ ഒമേഗ സ്ക്വയറിന് പകരമായിട്ട് നമുക്ക് 2 പൈ ന്യൂ ദി ഹോൾ സ്ക്വയർ. സോ വിൽ ഗെറ്റ് എ സി ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 ആണ്, പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ ആർ. സോ ദിസ് ഈസ് അഗെയിൻ ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് ഫോമുകളിൽ, അതായത് എ സി ഈക്വൽ ടു 4 പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ ആർ എന്നുള്ള തരത്തിലും, അല്ലെങ്കിൽ എ സി ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ലീനിയർ വെലോസിറ്റി എ സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഫോമിലൊക്കെ തന്നെ നമുക്ക് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻസ് എഴുതാൻ കഴിയും. ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് ഇത് എക്സ്പ്രഷനൊക്കെ തന്നെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, എ സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആറിൽ വി ആൻഡ് ആർ ആർ കോൺസ്റ്റൻസ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, അതായത് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ ആർ റേഡിയസും കോൺസ്റ്റൻ്റ് ആണ്. സ്മോൾ ആറാണ് കൊടുത്തിരിക്കുന്നത്, ആറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് വിയും ആറും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എ സിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് എ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദി സെൻറ്റർ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പോയിന്റിൽ ഉള്ള പാർട്ടിക്കിളിൻ്റെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദിസ് ഡയറക്ഷൻ. ഈ പോയിന്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് അഗെയിൻ ദി സെൻറ്റർ, ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദി സെൻറ്റർ. പക്ഷേ സെൻറ്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും ഡിഫറൻ്റ് ആണ്. ദാറ്റ് ഈസ് ഡയറക്ഷൻ ചേഞ്ചസ് ആൻഡ് പോയിന്റ് ടുവേഴ്സ് ദി സെൻറ്റർ. ഇപ്പോൾ ഇവിടെയുള്ള ഈ വെക്ടർ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ്, ഈ തരത്തിലാണ് വെക്ടർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് വെക്ടർ. ഒരു കോൺസ്റ്റൻറ്റ് വെക്ടർ അല്ല സെൻട്രിപിറ്റൽ ആക്സലറേഷൻ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതാണ്, ഓരോ പോയിന്റിലുമായിട്ട് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നത് സെൻറ്ററിലേക്ക് ആണെങ്കിൽ കൂടി അതിൻ്റെ ഡയറക്ഷൻ മാറുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ കഴിയും സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് വെക്ടർ. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ യൂണിഫോം സർക്കുലർ മോഷനെ കുറിച്ചായിരുന്നു.
യൂണിഫോം സർക്കുലർ മോഷനിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആംഗുലർ വെലോസിറ്റിയാണ്. അതായത് ആംഗുലർ വെലോസിറ്റി ഇസ് നോട്ട് ചേഞ്ചിങ്. ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഒമേഗ കോൺസ്റ്റന്റ് ആണ് പറഞ്ഞാൽ അർത്ഥം ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി. ഇനി നമുക്ക് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒമേഗ ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഒമേഗ അവിടെ കോൺസ്റ്റന്റ് അല്ല, ഒമേഗയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ നേരത്തെ ഇക്വേഷൻ പറഞ്ഞതിൽ ഒമേഗ ഇൻറ്റു ആർ എന്നുള്ളത് വി എന്നുള്ളത് നമ്മൾ വെക്ടർ ഫോമിൽ എഴുതിയ ഇക്വേഷൻ അതിൻ്റെ സ്കെലാർ മാത്രം എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒമേഗ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു വി എന്ന് എഴുതാം. ഞാനിവിടെ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി എടുത്തു. ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഇവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടിക്ക് പറയുന്നത് അതായത് ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആൽഫയാണ്. വേറെ ആൽഫ ഈസ് നോൺ ആസ് ആംഗുലർ ആക്സലറേഷൻ. ആൽഫ ഈസ് നോൺ ആസ് ആംഗുലർ ആക്സലറേഷൻ. ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. സോ ആൽഫ ഇൻറ്റു ആർ. ഇവിടെ കിട്ടിയിരിക്കുന്ന ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നുള്ളതിനെ പറയുന്നത് ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഓർ ലീനിയർ ആക്സലറേഷൻ. നമ്മളിവിടെ ഇതിൻ്റെ യൂണിറ്റ്സുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആൽഫയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം ഡെൽറ്റ ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് SI യൂണിറ്റ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ടാൻജൻഷ്യൽ ആക്സലേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്സലേഷൻ യൂണിറ്റ് മുന്നേ പഠിച്ചാണ്. ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ഒരു ബോഡി സഞ്ചരിക്കുകയാണെങ്കിൽ ആ ബോഡിയെ സംബന്ധിച്ച് അവിടെ രണ്ട് തരത്തിലുള്ള ആക്സലേഷൻ ഉണ്ടായിരിക്കും. ടാൻജൻഷ്യൽ ആക്സലേഷൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അവിടെ സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഉണ്ടായിരിക്കും. സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഡയറക്ഷൻ നമുക്കറിയാം, ഈസ് ആക്ടിങ് ടുവേഴ്സ് ദി സെൻറ്റർ. ടാൻജൻഷ്യൽ ആണെങ്കിൽ ഈ പോയിന്റിൽ എടുക്കണമെങ്കിൽ ഈ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഡയറക്ഷൻ ഓഫ് ടാൻജൻഷ്യൽ ആക്സലേഷൻ എന്നുള്ളത് എന്തായിരിക്കും? ഇറ്റ് ഈസ് അലോങ് ദി ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ടാൻജൻറ്റും ഈ റേഡിയസും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ കഴിയും. അതായത് നമുക്കറിയാൻ പറ്റും ദാറ്റ് ഈസ് AC ആൻഡ് AT. ദാറ്റ് ഈസ് വെക്ടർ AC എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ആക്സലേഷൻ ആൻഡ് വെക്ടർ AT ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ ആക്സലേഷൻ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും കൂടി റിസൾട്ടിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A അതായത് നെറ്റ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AC സ്ക്വയർ പ്ലസ് AT സ്ക്വയർ. ഇഫ് എ ബോഡി ഈസ് എക്സിക്യൂട്ടിംഗ് എ non-uniform circular motion, then its net acceleration is given by root of AC square plus AT square. കാരണം അതിനെ സംബന്ധിച്ച് ബോഡിയെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ആക്സലേഷൻ കാണും. സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദി സെൻറ്റർ ആൻഡ് ഒമേഗ കോൺസ്റ്റന്റ് അല്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന വേറെ ആക്സലേഷൻ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ദാറ്റ് ഈസ് ആക്ടിങ് അലോങ് ദി ടാൻജൻറ്റ്. അപ്പോൾ ATയുടെയും ACയുടെയും കൂടി റിസൾട്ടൻ്റ് ആയിട്ടുള്ള A ആയിരിക്കും അവിടുത്തെ നെറ്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് 1 by 1 ആയി നോക്കുകയാണെങ്കിൽ ഒമേഗ ദാറ്റ് ഈസ് ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. വേറെ എക്സ്പ്രഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ബൈ ടി. ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ. ഇനി ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ B ഈസ് ഈക്വൽ ടു R ഒമേഗ. പിന്നെ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലേഷൻ്റെ ഇക്വേഷൻ കിട്ടി AC ഈസ് ഈക്വൽ ടു B സ്ക്വയർ ബൈ R. വിനെ ഒമേഗയുടെ ടേമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടും AC ഈസ് ഈക്വൽ ടു R ഒമേഗ സ്ക്വയർ. അതേപോലെ ന്യൂവിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ AC ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ന്യൂ സ്ക്വയർ ഇൻറ്റു R. അതേപോലെ ആൽഫ നമ്മൾ പറഞ്ഞു ആംഗുലർ ആക്സലേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ആൻ ഇൻസെക്ട് ട്രാപ്ഡ് ഇൻ എ സർക്കിൾ ഗ്രൂവ് ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ. ഇങ്ങനെ സർക്കുലറായുള്ള ഗ്രൂവിലൂടെ ഒരു ഇൻസെക്റ്റ് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാണ്. moves along a groove steadily and completes 7 revolution in 100 seconds. അതായത് 7 revolution ഈ ഇൻസെക്റ്റ് 100 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് ദ ആംഗുലർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡ്? ഈസ് ദ ആക്സലേഷൻ വെക്ടർ എ കോൺസ്റ്റന്റ് വെക്ടർ? ദെൻ വാട്ട് ഈസ് ഇസ് മാഗ്നിറ്റ്യൂഡ്? അപ്പോൾ നമുക്ക് കാണേണ്ടത് ഒമേഗ കണ്ടുപിടിക്കണം, അതുപോലെ വെലോസിറ്റി കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് R ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെവല്യൂഷൻ ഇൻ 1 സെക്കൻഡ് ഓർ നമ്പർ ഓഫ് റെവല്യൂഷൻ ഡിവൈഡഡ് ബൈ ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഹൗ മെനി റെവല്യൂഷൻ? 7 റെവല്യൂഷൻ. സോ 7 ഡിവൈഡഡ് ബൈ എത്ര ടൈമാണ്? 100. സോ 2π ഇൻറ്റു
7/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 0.44 റേഡിയൻ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദി ആംഗുലർ സ്പീഡ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, അതായത് ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡാണ് കിട്ടിയിരിക്കുന്നത് 0.44 റേഡിയൻ പെർ സെക്കൻഡ്. ലീനിയർ സ്പീഡ് കാണാനുള്ള റിലേഷൻ നമുക്കറിയാം, V = R ഒമേഗ. റേഡിയസ് 12 സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.12 ഇൻറ്റു ഒമേഗ കിട്ടിയിട്ട് 0.44 നമുക്ക് കിട്ടും ആൻസർ 5.3 ഇൻറ്റു 10⁻⁻² മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ ലീനിയർ സ്പീഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇസ് ദ ആക്സലേഷൻ വെക്ടർ എ കോൺസ്റ്റന്റ് വെക്ടർ? നമ്മളിതിൻ്റെ ആൻസർ മുന്നേ പറയുകയുണ്ടായി. അതായത് ഇവിടെ സെൻട്രിപെറ്റൽ ആക്സലേഷൻ ആണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് ദി സെൻറ്റർ. അത്തരത്തിലുള്ള ഒരു ആക്സലേഷൻ സംബന്ധിച്ച് അതിൻ്റെ ഡയറക്ഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്, അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ആക്സലേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് വെക്ടർ, അതായത് കോൺസ്റ്റന്റ് വെക്ടർ അല്ല സെൻട്രിപെറ്റൽ ആക്സലേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ പിന്നെ അതിൻ്റെ ഡയറക്ഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കൂടി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സൈമാണ് നമ്മൾ പറഞ്ഞു, അതായത് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. AC = V²/R മാഗ്നിറ്റ്യൂഡ് എല്ലാം തന്നെ സൈമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെൻട്രിപെറ്റൽ ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് AC = നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം, R ω² ഉപയോഗിക്കാം. കാരണം ഇവിടെ ഒമേഗ കിട്ടിയിട്ടുണ്ട്, R ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ 0.12 ഇൻറ്റു ഒമേഗയ്ക്ക് പകരം 0.44 ദി ഹോൾ സ്ക്വയർ. നമുക്ക് ആൻസർ കിട്ടും 2.3 ഇൻറ്റു 10⁻⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം ആക്സലേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ സ്റ്റോൺ ടൈഡ് ടു ദി എൻഡ് ഓഫ് എ സ്ട്രിങ് 80 സെൻറ്റിമീറ്റർ ലോങ് ഈസ് വേൾഡ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. അതായത് ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അത് ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ്, യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. ഇഫ് സ്റ്റോൺ മേക്സ് 14 revolution in 25 seconds, what is the magnitude and the direction of acceleration of the stone? നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ആക്സലേഷൻ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സലേഷൻ ആയിരിക്കും. ഈ തരത്തിലുള്ള ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെയാണ് ഈ കല്ല് ചുഴറ്റുന്നതെങ്കിൽ 80 സെൻറ്റിമീറ്റർ ആണ് ഈ സ്ട്രിങ്ങിൻ്റെ നീളം. അപ്പോൾ ഈ സർക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ റേഡിയസ് ആയിരിക്കും അത്. അതേപോലെ ഒമേഗ ഈസ് ഗിവൺ ആസ് കോൺസ്റ്റന്റ്. ഈ തരത്തിൽ ഇതിനെ ചുഴറ്റിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സെൻട്രിപെറ്റൽ ആക്സലേഷൻ എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ 14 revolution in 25 seconds. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒമേഗ കണ്ടെത്താം. ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ന്യൂ. ദാറ്റ് ഈസ് 2π ന്യൂ ആണ് ഒമേഗ എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്. ഓർ 2π ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ ഡിവൈഡഡ് ബൈ ടൈം. ദാറ്റ് ഈസ് 2π ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 25. തന്നിട്ടുണ്ട് 14 revolution 25 സെക്കൻഡ് എന്ന്. അപ്പോൾ നമുക്ക് കിട്ടും 88 ഡിവൈഡഡ് ബൈ 25. ഇതാണ് ഒമേഗയുടെ വാല്യൂ. ഇനി ഈ AC കണ്ടുപിടിക്കാൻ നമ്മുടെ ഉദ്ദേശം. സോ AC ഈസ് ഈക്വൽ ടു R ω². സോ 0.8 ഇൻറ്റു 88 ഡിവൈഡഡ് ബൈ 25 ദി ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 9.91 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ദാറ്റ് ഈസ് ഇസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇസ് ഡയറക്ഷൻ ഈസ് ആസ് യു നോ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി സെൻറ്റർ. മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. വാട്ട് ഈസ് ദി ആംഗുലർ സ്പീഡ് ഓഫ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്? ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡിൻ്റെ ആംഗുലർ സ്പീഡാണ് കണ്ടെത്തേണ്ടത്. ഒരു മിനിറ്റ് ഹാൻഡ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്കറിയാം 60 മിനിറ്റ് ആണ് അല്ലേ. ഒമേഗയാണ് കാണേണ്ടത്. ആംഗുലർ സ്പീഡ് ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. അപ്പോൾ ഒരു റെവല്യൂഷൻ ആയതുകൊണ്ട് 2π ഡിവൈഡഡ് ബൈ എത്ര സമയമാണ്? 60 മിനിറ്റ്. 60 മിനിറ്റ് നമുക്ക് അതിൻ്റെ സെക്കൻഡിലേക്ക് ആക്കാം, SI യൂണിറ്റിലേക്ക് ആക്കാം. സോ 2π ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 60. ഒരു മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.74 ഇൻറ്റു 10⁻³ റേഡിയൻ പെർ സെക്കൻഡ്. വേറെ പ്രോബ്ലം നോക്കാം. എൻ എയർക്രാഫ്റ്റ് എക്സിക്യൂട്ട്സ് എ ഹൊറിസോണ്ടൽ ലൂപ്പ് ഓഫ് റേഡിയസ് 1 കിലോമീറ്റർ വിത്ത് എ സ്റ്റഡി സ്പീഡ് ഓഫ് 900 km/h. ഈ 900 km/h അതിൻ്റെ വെലോസിറ്റിയാണ്. അതേപോലെ റേഡിയസ് തന്നിട്ടുണ്ട് 1 കിലോമീറ്റർ. കമ്പയർ ദി സെൻട്രിപെറ്റൽ ആക്സലേഷൻ വിത്ത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സെൻട്രിപെറ്റൽ ആക്സലേഷൻ്റെ വാല്യൂ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആ വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് വേണ്ടത്. തന്നിരിക്കുന്ന ഡാറ്റ R ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ പറഞ്ഞാൽ നമുക്കറിയാം 1000 മീറ്റർ. വെലോസിറ്റി ഈസ് ഗിവൺ ആസ് 900 km/h. അതിനെ നമുക്ക് എന്താക്കി മാറ്റാം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി മാറ്റാം. അപ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 900 ഇൻറ്റു 5/18 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടും. ദിസ് ഈസ് 50. സോ 50 ഇൻറ്റു 5 ദാറ്റ് ഈസ് 250 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമുക്ക് സെൻട്രിപെറ്റൽ ആക്സലേഷൻ കണ്ടെത്താം. സെൻട്രിപെറ്റൽ ആക്സലേഷൻ AC ഈസ് ഈക്വൽ ടു V²/R. വിയുടെ വാല്യൂ നമുക്ക് കിട്ടി 250 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ
ആറിൻ്റെ വാല്യൂ 1000 മീറ്റർ. ഇനി നമുക്ക് ഈ വാല്യൂവിനെ ഏതായിട്ട് കമ്പയർ ചെയ്യണം? ജി ആയിട്ട് കമ്പയർ ചെയ്യണം. സോ കമ്പയർ എ സി ഡിവൈഡഡ് ബൈ ജി. എ സി ഡിവൈഡഡ് ബൈ ജി, അതായത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു എ സിയുടെ വാല്യൂ 250 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 1/9.8. ദാറ്റ് ഈസ് നമുക്ക് ജിയുടെ വാല്യൂ 9.8 താഴെ കൊടുത്തു. കിട്ടുന്ന ആൻസർ 6.38. സോ ദാറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വിത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. 6.38 ആണ് ആ റേഷ്യോ കിട്ടുക. അവസാനമായി നമുക്ക് പ്രോബ്ലം കൂടി നോക്കാം. എ സൈക്ലിസ്റ്റ് ഈസ് റൈഡിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 27 km/h as he approaches a circular turn on the road of radius 80 cm. അതായത് സൈക്ലിസ്റ്റ് ഈ ഒരു സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, 27 km/h. ആ സൈക്ലിസ്റ്റ് ഒരു സർക്കുലർ റോഡിലേക്ക് വരുന്ന സമയത്ത് ആ സർക്കുലർ റോഡിൻ്റെ റേഡിയസ് 80 മീറ്റർ ആണ്. ഹി അപ്ലൈസ് ബ്രേക്സ്. അദ്ദേഹം ബ്രേക്ക് അപ്ലൈ ചെയ്യും ആൻഡ് റെഡ്യൂസസ് ഹിസ് സ്പീഡ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് 0.5 m/s². അതായത് അതാണ് ഇവിടുത്തെ റിട്ടാർഡേഷൻ. സ്പീഡ് കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിട്ടാർഡേഷൻ 0.5 m/s². വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെറ്റ് ആക്സലറേഷൻ ഓഫ് സൈക്ലിസ്റ്റ് ഓൺ ദി സർക്കുലർ ടേൺ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഈ തരത്തിലുള്ള ഒരു സൈക്ലിസ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആക്ട് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇറ്റ് ഈസ് ടുവേഴ്സ് ദി സെൻറ്റർ. ഈ തരത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി നമ്മൾ ടാൻജൻഷ്യലായിട്ട് എടുക്കുന്ന വെലോസിറ്റി തരത്തിലാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിട്ടാർഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, റിട്ടാർഡേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഇറ്റ് ഈസ് അലോങ് ദി ടാൻജൻ. സോ ദിസ് ഈസ് ദ ടാൻജൻഷ്യൽ ആക്സലേഷൻ 80 ആൻഡ് ദിസ് ഈസ് ദ സെൻട്രിപെറ്റൽ ആക്സലേഷൻ. അതവിടെ ഓൾറെഡി ഉണ്ട്, ദാറ്റ് ഈസ് ടുവേഴ്സ് ദി സെൻറ്റർ. അപ്പോൾ നമുക്ക് എ സി കണ്ടെത്തണം. അതേപോലെ ടാൻജൻഷ്യൽ ആക്സലേഷൻ തന്നിട്ടുണ്ട്, അത് 0.5 m/s² ആണ്. അപ്പോൾ എ സിയുടെ വാല്യൂ കണ്ടെത്തുകയും അതുപോലെ എ ടിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഈ രണ്ട് ആക്സലേഷൻ്റെ ഫലമായി ഉണ്ടാവുന്ന നെറ്റ് ആക്സലേഷൻ കണ്ടെത്തുകയും വേണം. അതാണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 27 km/h തന്നിട്ടുണ്ട്. അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ 27 × 5/18 നമുക്ക് കിട്ടും ആൻസർ 7.5 m/s. റേഡിയസ് ഈസ് ഗിവൺ ആസ് 80 മീറ്റർ. നമുക്ക് സെൻട്രിപെറ്റൽ ആക്സലേഷൻ കാണാം. എ സി ഈസ് ഈക്വൽ ടു v²/r, ദാറ്റ് ഈസ് 7.5 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 80. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.7 m/s². ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേഴ്സ് ദി സെൻറ്റർ, ദാറ്റ് ഈസ് എ സിയുടെ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടാൻജൻഷ്യൽ ആക്സലേഷൻ തന്നിരിക്കുന്നത് 80 ആണ്, ദാറ്റ് ഈസ് 0.5 m/s². വെലോസിറ്റി ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, കാരണം വെലോസിറ്റി പോകുന്നതിൻ്റെ എതിരായിട്ട് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഫലമായിട്ട് ഉണ്ടാവുന്ന ആക്സലേഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് 80. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ എ സിയും എ ടിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ സി ആൻഡ് വെക്ടർ എ ടി ഈസ് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ എ സിയും എ ടിയും ചേർന്നുണ്ടാവുന്ന നെറ്റ് ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കാണാം. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ആക്സലേഷൻ എ ഈസ് ഈക്വൽ ടു √of ac² + at² പ്ലസ് ബാക്കി നമുക്ക് എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ √of p² + q² + 2pq cos θ എന്നുള്ള അപ്ലൈ ആണെങ്കിൽ ഇവിടെ കോസ് എന്നുള്ള ആംഗിൾ ഇവിടെ 90 ആണ്. അപ്പോൾ ഇവിടെ ആ ടേം ഒഴിവായി കിട്ടും. അപ്പോൾ √of ac² + at². സോ യു വിൽ ഗെറ്റ് 0.7² + 0.5². ദ ആൻസർ ഈസ് 0.86 m/s². സോ ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ആക്സലറേഷൻ. ഇനി നമുക്ക് കാണേണ്ടത് അതിൻ്റെ ഡയറക്ഷൻ കൂടിയും കാണണം. അതിനുവേണ്ടി ഞാനൊരു ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എ ടിയിൽ നിന്ന് ഈ റിസൾട്ടൻറ്റ് ആക്സലറേഷനിലേക്കുള്ള ഈ ആംഗിൾ ബീറ്റ എന്ന് മാർക്ക് ചെയ്തു, ബീറ്റ. അപ്പോൾ നമുക്കിവിടെ ടാൻ ബീറ്റ കണ്ടെത്താം. ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ ഇവിടെ എ സി ആണ്, അപ്പോൾ ഇതാണ് എ സി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് എ ടി ആണ്. അപ്പോൾ എ സി ഡിവൈഡഡ് ബൈ എ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻ ബീറ്റ കിട്ടും. സോ ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു എ സി ബൈ എ ടി വിൽ ഗെറ്റ് ആസ് 0.7 ഡിവൈഡഡ് ബൈ 0.5 വിൽ ഗെറ്റ് ആസ് 1.4. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.4 ചെയ്ത ആൻസർ കിട്ടും 54 ഡിഗ്രി 28 മിനിറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ നെറ്റ് ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ അതിൻ്റെ ഡയറക്ഷനും കണ്ടെത്താം. ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിൽ ഇത് നോൺ യൂണിഫോം ആക്സലേഷൻ ആണ്. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ സെൻട്രിപെറ്റൽ ആക്സലേഷൻ ഉണ്ടായത്, അതേപോലെ ടാൻജൻഷ്യൽ ആക്സലേഷൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് ആക്സലേഷൻ ഈ തരത്തിൽ കണ്ടെത്താൻ കഴിയും. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററും ഇതോടുകൂടി അവസാനിക്കുകയാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിലെ 6 പാർട്ടുകളായിട്ടാണ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ 6 വീഡിയോസും വളരെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ NCERT ബേസ് ചെയ്ത
ടോപ്പിക്കുകളുടെ എല്ലാവിധ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ബേസ് ചെയ്ത ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ വളരെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ ശ്രദ്ധയോടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ വളരെ വ്യക്തമായി തന്നെ കാണുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.